Good morning, students. നമുക്ക് ഇന്റഗ്രേഷന്റെ കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് പൈ ബൈ 4, അപ്പർ ലിമിറ്റ് 3 പൈ ബൈ 4, എക്സ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ഇതിന് 5 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കാം. ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രലിലെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ഇതാണ്. ഇന്റഗ്രൽ a to b f of x dx is equal to integral a to b f of a plus b minus x dx. ഇതാണ് ഇന്റഗ്രേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ഇതാണ്. One of the property of definite integral. Integral a to b f of x dx is equal to integral a to b f of a plus b minus x dx. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ലെറ്റ് I is equal to integral pi by 4 to 3 pi by 4 x by 1 plus sin x. ഇതിന്റെ ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. ആൾസോ I is equal to ഇത് നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ x is replaced by a plus b minus x. ഇവിടെ a എന്ന് പറയുന്നത് എന്താണ്? pi by 4. b എന്ന് പറയുന്നത് എന്താണ്? 3 pi by 4. x is replaced by pi by 4 plus 3 pi by 4 minus x. അപ്പോൾ നമുക്ക് എന്ത് വരും? ഇന്റഗ്രൽ pi by 4 to 3 pi by 4 pi by 4 plus 3 pi by 4 minus x divided by 1 plus sin pi by 4 plus 3 pi by 4 minus x. That is I is equal to integral pi by 4 to 3 pi by 4. ഈ pi by 4 ഉം 3 pi by 4 കൂട്ടുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? pi വരും pi minus x divided by താഴെ നമുക്ക് എന്താ കിട്ടും? 1 plus pi by 4 plus 3 pi by 4 pi എന്നാണ്. sin pi minus x എന്താണ്? sin x ആണ്. 1 plus sin x. ഇതിന് ഇക്വേഷൻ 2 എന്ന് വിളിക്കും. ഇക്വേഷൻ 1 ഉം ഇക്വേഷൻ 2 ഉം കൂടി ആഡ് ചെയ്യും. ആഡിങ് 1 ആൻഡ് 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2i is equal to integral pi by 4 to 3 pi by 4. ഇത് രണ്ടിന്റെ ഡിനോമിനേറ്റർ എന്താണ്? 1 plus sin x ആണ്. അത് അങ്ങനെ എഴുതുന്നു. 1 plus sin x. ന്യൂമറേറ്ററിൽ നമുക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ x ഉണ്ട്, അവിടെ pi minus x ഉണ്ട്. x ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് എന്താ കിട്ടും? pi. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 2i is equal to pi into integral pi by 4 to 3 pi by 4. ഇത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഈ 1 plus sin x ന്റെ കോൺജുഗേറ്റ് എടുക്കുക. എന്താണ് 1 plus sin x ന്റെ കോൺജുഗേറ്റ്? 1 minus sin x ആണ്. 1 minus sin x ന്യൂമറേറ്ററിൽ എഴുതാം. 1 minus sin x divided by 1 plus sin x into 1 minus sin x എന്താണ്? 1 minus sin square x ആണ്. 1 minus sin square x എന്ന് പറഞ്ഞാൽ എന്താണ്? cos square x ആണ്. അപ്പോൾ താഴെ നമ്മൾ എഴുതുന്നു cos square x. That is pi into integral pi by 4 to 3 pi by 4 1 by cos square x എന്താണ്? sec square x ആണ്. minus sin x by cos square x എന്താണ്? sin x by cos x എന്ന് പറഞ്ഞാൽ tan x ആണ്. 1 by cos x എന്ന് പറഞ്ഞാൽ എന്താണ്? sec x ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് എഴുതാം? sec x tan x. 1 by cos square x നമ്മൾ എന്ത് എഴുതി? sec square x എഴുതി. sin x by cos square x എന്ത് എഴുതി? sin x by cos x ന് tan x കൊടുത്തു. 1 by cos x ന് sec x. ഇനി നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാം. That is equal to 2i is equal to pi into integral of sec square x. sec square x ന്റെ ഇന്റഗ്രൽ എന്താണ്? sec square x ന്റെ ഇന്റഗ്രൽ tan x ആണ്. കാരണം എന്താണ്? d by dx of tan x എന്ന് പറഞ്ഞാൽ sec square x ആണ്. ഇന്റഗ്രൽ ഓഫ് sec square x എന്താണ്? tan x ആണ്. ഇന്റഗ്രൽ ഓഫ് sec x tan x. sec x ന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? sec x tan x ആണ്. ഇന്റഗ്രൽ ഓഫ് sec x tan x എന്താണ്? sec x ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? sec x pi by 4 to 3 pi by 4. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. pi into ഇവിടെ അപ്പർ ലിമിറ്റ് നമ്മൾ x നെ tan 3 pi by 4. tan 3 pi by 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? tan 135 ഡിഗ്രി ആണ്. 3 into pi by 4
tan 135 degree. Tan 135 degree നമുക്ക് എഴുതാം tan 90 plus 45 degree. Tan 90 plus 45 degree എത്രയാണ്? cot 45 degree ആണ്. minus cot 45 ആണ്. ഇവിടെ -1. sec 3π/4. sec 3π/4 എത്രയാണ്? sec 135 degree ആണ്. sec 135 degree എന്ന് പറഞ്ഞാൽ എത്രയാണ്? sec 90 plus 45 degree ആണ്. sec 90 plus 45 degree എന്ന് എത്രയാണ്? minus cosec 45 degree ആണ്. minus cosec 45 degree എത്രയാണ്? minus upper limit apply. ഈ lower limit apply ചെയ്യാം. lower limit നമ്മൾ π/4. tan π/4 എത്രയാണ്? 1 ആണ്. sec π/4 എത്രയാണ്? sec π/4 limit apply ചെയ്തുകൊണ്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. π into ഈ -1 കൂട്ടുക. -1 കൂട്ടുമ്പോൾ എത്ര വരും? -2. ഇവിടെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് √2, ഇവിടെ പ്ലസ് √2, 2√2. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് പുറത്തെടുക്കുക? π into 2 നമ്മൾ പുറത്തെടുക്കുമ്പോ √2 -1. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്തെടുക്കാം? π into 2 into √2 -1. അപ്പോൾ 2 നമ്മൾ പുറത്തെടുത്തു. അപ്പൊ π into 2 into √2 minus √2 minus 1. ഇവിടെ 2 നമ്മൾ പുറത്തെടുക്കുന്നു. ഇവിടെ 2i ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? π into 2 into √2 minus 1. ഈ 2 ക്യാൻസൽ ചെയ്യും. അപ്പൊ ഐയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നത്? π into √2 minus 1. ഇതിന്റെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ is the correct answer. ഓപ്ഷൻ എ is the correct answer. ഈ ഒരു പ്രോബ്ലത്തെ സംബന്ധിച്ച് ഈ 5 into √2 minus 1 നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യും. അങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ അതായത് 5 into √2 minus 1 നമ്മൾ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 into √2 minus 1 into √2 plus 1 divided by √2 plus 1. √2 minus 1 കോൺജുഗേറ്റ് താഴെ മുകളിൽ നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്ററിൽ എന്ത് കിട്ടും? 5 into √2 minus 1 into √2 plus 1 കിട്ടും. താഴെ എന്ത് കിട്ടും? √2 plus 1. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 5 into √2 minus 1 into √2 minus 1 എത്രയാണ്? 2 minus 1. a square minus b square 4. അപ്പൊ a minus b. Therefore 2 minus 1 into അപ്പൊ നമുക്ക് 1 വരും. ഡിവൈഡ് ബൈ താഴെ എന്ത് കിട്ടും? √2 plus 1. 5 by √2 plus 1. 5 by √2 plus 1. ഇവിടെ ഈ ആൻസർ ഉണ്ട്. ഇവിടെ ഈ ആൻസർ ഏതാണ്? ഈ ഒരു പ്രോബ്ലത്തെ സംബന്ധിച്ച് ഇതിൽ 2 ആൻസർ ശരിയാണ്. എ എന്ന ആൻസർ ശരിയാണ്, ഇ എന്ന ആൻസർ ശരിയാണ്. ഇ എന്ന ആൻസർ എന്താണ്? 5 by √2 plus 1. ഒന്നാമത്തെ ആൻസർ എന്താണ്? 5 by √2 minus 1. ഈ ഒരു പ്രോബ്ലത്തിന് നിങ്ങൾ ഓപ്ഷൻ എ എടുത്താലും ഓപ്ഷൻ ഇ എടുത്താലും കറക്റ്റ് ആണ്. ഓപ്ഷൻ എയിൽ നിന്ന് നമുക്ക് ഓപ്ഷൻ ഇയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന്റെ ആൻസർ നിങ്ങൾ എ എന്ന് കൊടുത്താലും ഇ എന്ന് കൊടുത്താലും നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടും കേട്ടോ. രണ്ടും ശരിയാണ്. എയും ശരിയാണ്, ഇയും ശരിയാണ്. ഇയിലേക്ക് എത്തുന്ന എങ്ങനെയാണ്? √2 minus 1 കോൺജുഗേറ്റ് കൊണ്ട് താഴെയും മുകളിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 by √2 plus 1 വരും. അതുകൊണ്ട് ഈ ഒരു പ്രോബ്ലത്തിന്റെ ആൻസർ എയും അതുപോലെ ഇയും. ഓപ്ഷൻ എ is the correct answer and option E is the correct answer. എയും ശരിയാണ്, ഇയും ശരിയാണ് കേട്ടോ. നോട്ട് ചെയ്തെടുത്തോളൂ. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് നീങ്ങാം കേട്ടോ. അടുത്ത പ്രോബ്ലം നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് നീങ്ങാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. ഈ ഒരു പ്രോബ്ലത്തെ സംബന്ധിച്ച് എന്താണ്? കുറച്ച് സ്റ്റെപ്സുകളുണ്ട്. അപ്പോ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. സ്റ്റെപ്സുകൾ നമ്മൾ റഫ് ഷീറ്റിൽ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി കഴിയുമ്പോഴേ ആൻസർ വരുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഈ സമയത്തിനനുസരിച്ച് പെട്ടെന്ന് ചെയ്ത് നോക്കാൻ നമ്മൾ നോക്കണം. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. രണ്ടാമത്തെ പ്രോബ്ലം ഇതാണ്. ഇന്റഗ്രൽ 0 to π/2 2 raised to sin x by 2 raised to sin x plus 2 raised to cos x. ഇതിന്റെ ആൻസർ ആണ് കണ്ടുപിടിക്കുന്നത്. ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ എ 2, B 5, C 5/4, T 2π, E 0. ഇങ്ങനെ 5 ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഏത് ഓപ്ഷനാണ് കറക്റ്റ് നോക്കണം കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോണ പ്രോപ്പർട്ടി, ഇവിടെ നമ്മൾ പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ പ്രോപ്പർട്ടി അപ്ലൈ ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോപ്പർട്ടി ഇതാണ്. ഇന്റഗ്രൽ
a to b f of x dx is equal to integral. ഇവിടെ നമുക്ക് 0 to കൊടുക്കാം. 0 to a f of x dx is equal to f of a minus x 0 to a. ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇന്റഗ്രൽ 0 to a f of x dx is equal to 0 to a f of a minus x dx. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് I is equal to തന്നിരിക്കുന്ന പ്രോബ്ലം 0 to pi by 2 2 raised to sin x by 2 raised to sin x plus 2 raised to cos x. The equation 1 എന്ന് പേര്. Also I is equal to നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന പ്രോബ്ലത്തെ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 0 to pi by 2 2 raised to sin pi by 2 minus x ന്റെ സ്ഥാനത്ത് എന്ത് റീപ്ലേസ് ചെയ്യാം? x ന്റെ സ്ഥാനത്ത് a minus a എന്ന് പറയുന്നത് എന്താണ്? pi by 2 ആണ്. അപ്പൊ x ന് എന്ത് കൊടുക്കണം? sin pi by 2 minus x. sin pi by 2 minus x എന്താണ്? sin 90 minus x എന്ന് പറഞ്ഞാൽ cos 2 raised to sin x ന്റെ സ്ഥാനത്ത് എന്ത് വരും? cos x. divided by താഴെ 2 raised to sin pi by 2 minus x 2 raised to cos x. ഇവിടെ cos pi by 2 minus x എന്താണ്? 2 raised to sin x. ഇക്വേഷൻ 2 എന്ന് പറയും. ഈ ഇക്വേഷൻ 1 ഉം ഇക്വേഷൻ 2 ഉം കൂടി നമ്മൾ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? 2i is equal to രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ 2 raised sin x plus 2 raised to cos x ആണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? 0 to pi by 2 dx എന്ന് വരും. ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x വരും. log limit 0 upper limit pi by 2 pi by 2 എന്ന് വരും. therefore I is equal to pi by 4. ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി is the correct answer. ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുക. ഇവിടെ നമ്മൾ ഉപയോഗിച്ച പ്രോപ്പർട്ടി ഏതാണ്? ഇന്റഗ്രൽ 0 to a f of x dx is equal to ഇന്റഗ്രൽ 0 to a f of a minus x dx. 0 to a f of a minus x dx. അപ്പൊ തന്നിരിക്കുന്ന പ്രോബ്ലത്തെ i എന്ന് പേര് കൊടുത്തു. ആൾസോ I is equal to പ്രോപ്പർട്ടി ഉപയോഗിച്ച് i എഴുതി. ഈ രണ്ട് i യും കൂടി നമ്മൾ കൂട്ടി. കൂട്ടിയപ്പോ 2i is equal to എന്ത് കിട്ടി? ഇന്റഗ്രൽ 0 to pi by 2 dx. അതിന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x കിട്ടും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ pi by 2 എന്ന് കിട്ടും. 2i ആണ് pi by 2. അപ്പൊ i എന്ന് പറയുന്നത് എന്താണ്? pi by 4 ആണ്. തന്നിരിക്കുന്ന പ്രോബ്ലത്തിന്റെ ആൻസർ എന്താണ്? pi by 4 എന്ന ആൻസർ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് നീങ്ങാം. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് നീങ്ങാം. മൂന്നാമത്തെ പ്രോബ്ലം ഇന്റഗ്രൽ x into e raised to x dx divided by 1 plus x cos. ഓപ്ഷൻ എ എന്താണ്? e raised to x by 1 plus x plus c. ഓപ്ഷൻ ബി എന്താണ്? e raised to x by 1 plus e raised to x. Option C, e raised to 2x divided by 1 plus e raised to x plus c. Option D എന്താണ്? e raised to minus x by 1 plus x plus c. Option E എന്താണ്? e raised to minus 2x divided by 1 plus x plus c. അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഓഫ് ഫംഗ്ഷൻ എന്താണ്? x into e raised to x by 1 plus x whole square dx. 5 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഈ പ്രോബ്ലം ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഇതാണ്. ഇന്റഗ്രൽ ഓഫ് ഇവിടെ x into e raised to x dx എന്നാണ്. ഈ x ന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? x ന് പകരം 1 plus x minus 1. ഒരു 1 ആഡ് ചെയ്തു, ഒരു 1 സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പൊ x എന്ന് പറഞ്ഞാൽ എന്താണ്? x ന് പകരം നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്തു? 1 plus x minus 1. ഒരു 1 ആഡ് ചെയ്യുന്നു, ഒരു 1 സബ്സ്ട്രാക്ട് ചെയ്യുന്നു. 1 plus x minus 1 e raised to x dx divided by 1 plus x whole square. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 1 plus x e raised to x dx divided by 1 plus x whole square minus integral e raised to x divided by 1 plus x whole square. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ആദ്യത്തെ ടൈം നമുക്ക് എന്ത് കിട്ടുന്നു? 1 plus x into e raised to x by 1 plus x whole square. Yes, e raised to x by 1 plus x whole square. ഇതിൽ ഒരു 1 plus x 1 plus x ക്യാൻസൽ ചെയ്യുന്നു. അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? e raised to x dx
divided by 1 plus x minus e raised to x by 1 plus x whole square dx. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫംഗ്ഷനെ മാത്രം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ അങ്ങനെ തന്നെ വെക്കുന്നു. ആദ്യത്തിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഈ 1/1 plus x എന്നുള്ളത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. 1/1 plus x ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു 1/1 plus x ഇൻടു ഇന്റഗ്രൽ ഓഫ് e raised to x. ഇന്റഗ്രൽ ഓഫ് e raised to x എന്താണ്? e raised to x മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 1/1 plus x 1 plus d by dx of 1/1 plus x എന്ന് പറഞ്ഞാൽ എന്താണ്? d by dx of 1 plus x whole raised to minus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? -1 into 1 plus x whole raised to -2 minus 1/1 plus x whole square. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫംഗ്ഷനിലെ ഇവിടെ 1/1 plus x ന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? -1/1 plus x whole square into e raised to x മൈനസ് ഈ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ ചെയ്തത്. അടുത്തവിടെ എഴുതുന്നു e raised to x by 1 plus x whole square dx. ഇവിടെ നോക്കാം മൈനസ് ഓഫ് മൈനസ് പ്ലസ് പ്ലസ് e raised to x by 1 plus x whole square dx മൈനസ് e raised to x by 1 plus x whole square dx ഇത് രണ്ടും കട്ടായി. ബാക്കി നമുക്ക് എന്ത് കിട്ടും? e raised to x by 1 plus e raised to x പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഇടാം. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? e raised to x by 1/1 plus e raised to x plus. ഓപ്ഷൻ ഇതിൽ ഏതാണ് ശരിയെന്ന് നോക്കിയേ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. e raised to x by 1/1 plus x e plus c ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? നമ്മുടെ ന്യൂമറേറ്റർ ആയ എക്സിന് പകരം നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്തു? എക്സിന് പകരം x plus 1 minus 1 എഴുതി. എക്സിന് പകരം x plus 1 minus 1. അതിനുശേഷം x plus 1 ഒരുമിച്ച് എടുത്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. x plus 1 into e raised to x by 1 plus x whole square minus e raised to x by 1 plus x whole square. രണ്ടാമത്തെ ഫംഗ്ഷൻ ഒന്നും ചെയ്യാതെ ആദ്യത്തെ ഫംഗ്ഷൻ മാത്രം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഫോർമുല ഏതാണ്? ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് ആ ഒരു ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ആദ്യത്തെ ഫംഗ്ഷൻ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 1/1 plus x into e raised to x മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1/1 plus x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? -1/1 plus x whole square into e raised to x dx. അവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. മൈനസ് ഇന്റഗ്രൽ ഓഫ് e raised to x by 1 plus x whole square dx. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ്, ഇത് രണ്ട് ക്യാൻസൽ ആവും. നമ്മുടെ ആൻസർ എന്ത് കിട്ടും? e raised to x by 1 plus e raised to x plus. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നോട്ട് ചെയ്തിട്ടുണ്ട്.